ആനയില്ലാതെ എങ്ങനെ ഉത്സവങ്ങൾ നടത്തും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കൊച്ചിയിലെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ നേരത്തെ ഇവിടെയും ഉത്സവങ്ങളിൽ ആന തന്നെയാണ് നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ ഉത്സവ എഴുന്നള്ളിപ്പിനെത്തുന്ന ആനകൾ ഇടഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ ആ പതിവ് അവസാനിപ്പിച്ചു. 2021 മുതൽ ഇങ്ങോട്ട് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ആനയില്ലാതെയാണ് ഉത്സവം നടത്തുന്നത്. പകരം ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് തേക്കിൽ തീർത്ത പല്ലക്കിലാണ്. ഈ വർഷത്തെ ഉത്സവം മാർച്ച് 1 കൊടിയേറി. ചടങ്ങുകളുടെ ഭാഗമായി അത്താഴപൂജയ്ക്ക് ശേഷമുള്ള വിളക്കെഴുന്നള്ളിപ്പിന് തേക്ക് മരത്തിൽ തീർത്ത പല്ലക്കിൽ ഭഗവാനെ എഴുന്നള്ളിച്ചു. വീടുകളിലെ പറയെടുപ്പിനും തിടമ്പിറക്കി പൂജയ്ക്കും ആറാട്ടിനും വാഹനത്തിൽ തയ്യാറാക്കി അലങ്കരിച്ച രഥം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്ര ഉത്സവത്തിന് ആനയെ ഒഴിവാക്കുമ്പോൾ വിശ്വാസികൾ എതിർപ്പുമായി എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതിയത്. എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പൂർണ്ണ പിന്തുണ. 2021 മുതൽ ഇത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിളക്കിന് എഴുന്നള്ളിപ്പിന് പല്ലക്കും മറ്റ് പറയെടുപ്പ് പോകുന്നതിനുള്ള ഇറക്കി പൂജയൊക്കെ ഉള്ള സമയത്ത് രഥവുമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ആന എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൃഗങ്ങളോടുള്ള ക്രൂരതയും അതുപോലെ തന്നെ ആനകൾ ഇടഞ്ഞുകൊണ്ടാവുന്ന അപകടങ്ങളും കണക്കിലെടുത്ത് ക്ഷേത്ര ട്രസ്റ്റ് ആനയ്ക്ക് പകരം രഥമാക്കാൻ തീരുമാനിക്കുകയും അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റു പല ക്ഷേത്രങ്ങളിലും ആന ഇടഞ്ഞ് പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടായ സാഹചര്യത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഈ ആനയെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശ്രീ പാർവതി ദേവിയുടെ 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവത്തിൽ നിന്നും ശ്രീ മഹാദേവന്റെ ഉത്സവത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. എല്ലാ വർഷവും നിർധന യുവതികളുടെ വിവാഹം ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഇതിനകം 121 യുവതികളുടെ വിവാഹമാണ് നടത്തിയിട്ടുള്ളത്. ഒരു വിവാഹത്തിന് 4 ലക്ഷം രൂപയാണ് ചിലവഴിക്കുക. കൂടാതെ നിർധനർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എല്ലാ മാസവും ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ക്ഷേത്രോത്സവം നാളെ കൊടിയിറങ്ങും. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.